നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചാലഞ്ച് ആയിട്ടാണ്. അതെ ഗൈസ്, ഇന്ന് നമ്മൾ 100 രൂപയ്ക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അത് ഇന്ന ഫുഡ് തന്നെ ആവണമെന്നില്ല, 100 രൂപയ്ക്ക് പാനിപ്പൂരി എന്ത് വേണം നമ്മൾ കഴിക്കും. 100 രൂപ കൊണ്ട് നമ്മൾ സ്ട്രീറ്റിലുള്ള ഏത് ഫുഡ് വേണോ കഴിക്കും. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള നല്ല നല്ല ഫുഡുകൾ കഴിക്കാൻ പോവാണ്. നമ്മൾ നല്ല രീതിക്ക് 100 രൂപ കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അതെ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെയുള്ള കടകളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ നിന്ന് 100 രൂപയ്ക്ക് ഈ 24 അവേഴ്സ് നമ്മൾ 100 രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ സ്ട്രീറ്റിൽ നിന്ന് കിട്ടോ അതൊക്കെ നമ്മൾ കഴിക്കും ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം തന്നെ നമുക്ക് കടയിലോട്ട് പോവാം അല്ലേ? 100 രൂപയ്ക്കുള്ള സാധനങ്ങളാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. 100 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടുന്നു എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇതൊക്കെ എന്ത് നമ്മൾ പുറപ്പെട്ടു ഗൈസ്. 100 രൂപയ്ക്ക് എന്ത് വേണോ ആവാം ഗൈസ്. നമുക്ക് 100 രൂപയ്ക്ക് അകത്ത് എന്തൊക്കെ കിട്ടും നോക്കാം. ഇവിടെ ഏതൊക്കെ കട ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാം. പോയി നോക്കട്ടെ അവിടെ എന്തൊക്കെ ഉണ്ട്. ഇത് രണ്ടെണ്ണം സെപ്പറേറ്റ് സെപ്പറേറ്റ് പാഴ്സലേ. ആ, ഓരോന്നോരോന്നുണ്ട്. പിന്നെ ഈ 2 ലഡു ഓറഞ്ച് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ കൂടെ ഇട്ടാണ്. അതെ ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഉടനെ നമ്മൾ ഊണ് മേടിക്കാനായിട്ട് നമ്മൾ അപ്പുറത്തൊരു കടയിൽ കയറി. നമ്മുടെ അവിടെ സ്ഥിരം ലോട്ടറി വയ്ക്കുന്ന ഒരു മാമനുണ്ട്. അപ്പോൾ ഒരു മാമനല്ല, ഒരു അപ്പൂപ്പൻ. ഞാനുമായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ അപ്പൂപ്പൻ്റെ പിറന്നാളായിരുന്നു അന്ന്. അപ്പോൾ എനിക്കൊന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പൂപ്പന് ഞാൻ ഊണ് മേടിച്ചു കൊടുത്തു. അങ്ങനെ അപ്പൂപ്പനും ഹാപ്പി, നമ്മളും ഹാപ്പി കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിന് തൊട്ടപ്പുറത്ത് തന്നെയുള്ള ടീ കഫേ എന്നുള്ളൊരു ചായക്കടയിൽ കയറി ഗൈസ്. നമുക്ക് ഉച്ചയ്ക്ക് ചായ കുടിക്കാനായിട്ടൊരു കൊതി തോന്നി. അങ്ങനെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നു. നല്ല ചായ ആയിരുന്നു ഗൈസ്. ഉച്ചയ്ക്ക് ചായ കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചായയൊക്കെ കുടിച്ച് അവിടെ നല്ല കസ്റ്റമർ സർവീസൊക്കെ ആയിരുന്നു. അവിടുത്തെ ചേട്ടന്മാരൊക്കെ ആയിട്ട് നമ്മൾ കമ്പനിയായി. അങ്ങനെ അവരുമായിട്ട് കുറേ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അവർ നമ്മുടെ ചാനൽ ഏതാ സബ്സ്ക്രൈബ് ചെയ്തു അവരെല്ലാവരും. അങ്ങനെ ഉച്ച സമയത്ത് ചായ കുടിക്കുന്നു. നല്ല രസമായിരുന്നു. നട്ടുച്ചയ്ക്ക് ചായ കുടിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ കമന്റ് ചെയ്യൂ ഗൈസ്. നിങ്ങളെ വേണ്ടേ? 10 രൂപയുണ്ട് ചേച്ചു. അപ്പോൾ അതേ ഞങ്ങൾ 100 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. 98 രൂപ ആയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു നോക്കാം. ഞങ്ങൾ പിന്നെ വഴിയിൽ നിന്ന് 2 ചായയും കൂടെ കുടിച്ചായിരുന്നു. അതും കൂടെ കൂട്ടിയിട്ടുണ്ട്. ബാക്കി സാധനങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ 98 രൂപയ്ക്ക് ആദ്യം നമ്മൾ 2 പരിപ്പോടെ എടുത്തു. പരിപ്പോടെ ഞങ്ങൾ ആ ചായക്കടയിൽ നിന്നാണ് ഗൈസ് വാങ്ങിച്ചത്. യെസ്, പരിപ്പോടെ എനിക്കത്ര ഇഷ്ടമല്ല, ഞാൻ കഴിക്കും. കൊള്ളാം ഗൈസ്, ചൂടോടെ കഴിച്ചാൽ നല്ലതായിരുന്നു കുറച്ചും കൂടി. എന്നാലും കൊള്ളാം, നൈസാണ് ഗൈസ്. അടുത്ത് നമ്മൾ ആ ബേക്കറിയിൽ നിന്ന് എടുത്തൊരു സാധനമാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്ന. ഇത് നമുക്ക് എന്തെന്ന് നോക്കാം. നമ്മൾ ലഡു, അത് ലഡു, ഓറഞ്ച് ലഡു വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്തിനാണ്? ബേക്കറിയിലെ സാൻഡ്വിച്ച്, സാൻഡ്വിച്ചും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് അൺബോക്സ് ചെയ്യാം. വിശക്കുന്നു. ഇത് കണ്ടോ? ഇതിന് എത്ര? 30 അല്ലേ? 30 ആയിട്ടുള്ളൂ. നല്ല കൊള്ളാം, കാണാൻ കൊള്ളാം. കഴിച്ചു നോക്കിയില്ല, കഴിച്ചു നോക്കട്ടെ. ഓ, അതങ്ങ് കഴിച്ചാൽ മതി. കഴിച്ചു നോക്കാം. നൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ലാഭമുണ്ട്, നല്ല രസമുണ്ട്, നല്ല ഫില്ലിങ്സും ഉണ്ട്. ചന്ദ്രിക ബേക്കറിയിൽ നിന്നാണ് നമ്മൾ മേടിച്ച. ആറ്റിങ്ങൽ KSRTC സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഉള്ള കട. കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. ₹30 അടിപൊളി സാധനം അല്ലേ? അടുത്തത് ലഡു. ലഡു 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 ഓക്കെ, പാതി എടുക്കാം. എടുത്തോ. അല്ലെങ്കിൽ കഴിക്കാം. ഞാൻ ഒരാഴ്ച ഷുഗർ കട്ടായിരുന്നു. ഷുഗർ കട്ട് ചെയ്യും. ഞായറാഴ്ച ആകുമ്പോൾ തീരും. അപ്പോൾ ഓക്കെ ഗായ്സ്, നമ്മൾ ലഡു കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഡു കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് അടിപൊളി ഒരു ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് തോന്നിയത് ഏതാണ് നിനക്ക്? എനിക്ക് ചായ. എനിക്ക് എഗ് പപ്സും ഇഷ്ടപ്പെട്ടു. എഗ് പപ്സ് അല്ലേ സാൻഡ്വിച്ച്, അതും ഇഷ്ടപ്പെട്ടു. ചായ ഇഷ്ടപ്പെട്ടു. ഞാൻ ചായ അങ്ങനെ കുടിക്കാത്തതാണ്, പക്ഷേ ചായ കുടിച്ചപ്പോൾ അടിപൊളിയായിരുന്നു.
അവിടുത്തെ ചായക്കട അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മളെ ടീ കഫേ എന്ന് പറഞ്ഞ ചായക്കട, നമ്മളെ ആറ്റിക്കൻ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് അല്ല, അടുത്തുള്ള തന്നെ ചായക്കട. അടിപൊളി ചായയായിരുന്നു ഗൈസ്. ഷുഗർ കട്ടായിട്ട് നമ്മൾ കഴിച്ചിട്ടാണെന്ന് പറയുമ്പോൾ ചായക്ക് ഭയങ്കര ടേസ്റ്റ് വരുന്നു. ഭയങ്കര കസ്റ്റമർ, അവിടുത്തെ ചേട്ടന്മാരൊക്കെ ആയിട്ട് കമ്പനിയായി. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പുറത്ത് പോയ ഒരു വ്ളോഗ് എടുക്കുന്നത്. നമ്മളങ്ങനെ എടുക്കാറില്ല. നമ്മൾ ഇന്നങ്ങ് പോയപ്പോ എടുത്ത് ഇന്നൊരു ചാലഞ്ച് അങ്ങ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ അപ്പൂപ്പൻ അല്ല, നമ്മളവിടുത്തെ അതാണ് നമ്മുടെ അപ്പൂപ്പൻ. നമ്മളോട് ഓഫീസിൽ പോകുമ്പോൾ അപ്പൂപ്പ അവിടെ ഇരിക്കും. അപ്പൊ നമ്മൾ അപ്പൂപ്പനെ അന്ന് ഒരു ദിവസം പോയപ്പോ അപ്പൂപ്പന്റെ പിറന്നാളായിരുന്നു. അപ്പൊ അപ്പൂപ്പനൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഗൈസ്. കുറെ നാളുകൊണ്ട് എനിക്കുണ്ട് എന്തെങ്കിലും വാങ്ങണമെന്ന്. അപ്പൊ അപ്പൂപ്പ അവിടെ ഇരുന്ന് പറഞ്ഞ് അപ്പൂപ്പന് ഇപ്പൊ കാലൊന്നും വയ്യ. കുറെ നാൾ ഞങ്ങള് കഴിച്ച എഗ് പപ്സ് തന്നെ വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പോയപ്പോഴത്തേക്കും അപ്പൂപ്പ പറഞ്ഞു ഊണ് മതി. അപ്പൊ പറഞ്ഞില്ല, നമ്മള് വാങ്ങിയ കാര്യം അറിഞ്ഞില്ല. നമ്മള് കൊടുക്കാനോട് നിങ്ങൾ എന്തായാലും മേടിക്കണമെങ്കിൽ ഒരു ഊണ് വാങ്ങാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി ഊണ് മേടിച്ച് അപ്പൂപ്പനെ ഹാപ്പി, നമ്മൾ ഹാപ്പി. അടിപൊളിയായിരുന്നല്ലേ, നല്ല രീതിക്ക് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എല്ലാം അടിപൊളി സാധനങ്ങളായിരുന്നു. 100 രൂപയ്ക്ക് നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയല്ലേ. നമ്മളിപ്പൊ 100 രൂപയാണ് ചെയ്ത്, ഒരു 500, 1000 ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്യാ ഗൈസ്. നമ്മൾ 1000 രൂപയുടെ നിങ്ങളാണ് ഞങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇപ്പൊ നമ്മളെ കൂടെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് 405 സബ്സ്ക്രൈബേഴ്സിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മളെന്തൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പൊ ഇനി അടുത്ത 1000 രൂപയുടെ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കാം. അതെ ഗൈസ്. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്.